യേശു തൻ്റെ 12 ശിഷ്യന്മാരെ കൂട്ടി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ആകാംക്ഷയോടെ അദ്ദേഹത്തെ കേൾക്കാൻ ഓടിയെത്തി. യേശുവിൻ്റെ വാക്കുകൾ സാധാരണക്കാരുടെ വാക്കുകളായിരുന്നില്ല. അവയ്ക്ക് ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു. തന്നെ കേൾക്കാൻ വന്നവരോട് അദ്ദേഹം തൻ്റെ രാജ്യമായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കഥകളിലൂടെ പറഞ്ഞുകൊടുത്തു. എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ മാത്രമല്ല ആളുകളെ ആകർഷിച്ചത്. അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ലോകം അമ്പരന്നു. ഒരിക്കൽ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ വീഞ്ഞു തീർന്നുപോയി. യേശു സാധാരണ വെള്ളം എടുത്ത് രുചിയുള്ള വീഞ്ഞാക്കി മാറ്റി. അതുപോലെ എപ്പോഴും ദുഃഖിച്ചിരുന്ന രോഗികളെ സ്പർശിച്ചപ്പോൾ അവർ ഉടൻ തന്നെ സൗഖ്യം പ്രാപിച്ചു. കാഴ്ചയില്ലാത്തവർ കണ്ണു തുറന്നു. നടക്കാൻ കഴിയാത്തവർ എഴുന്നേറ്റ് നടന്നു. ഒരിക്കൽ കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടായപ്പോൾ ശിഷ്യന്മാർ പേടിച്ച് വിറച്ചു. എന്നാൽ യേശു ശാന്തനായി എഴുന്നേറ്റ് ആഞ്ഞടിക്കുന്ന കാറ്റിനോടും തിരമാലകളോടും അടങ്ങുക എന്ന് കൽപ്പിച്ചു. യേശുവിൻ്റെ വാക്കു കേട്ടതും കടലും കാറ്റും ശാന്തമായി. ഈ പ്രകൃതിക്കു മേലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരം കണ്ടപ്പോൾ തങ്ങളുടെ ഗുരു സാധാരണക്കാരനല്ലെന്ന് ശിഷ്യന്മാർ ഉറപ്പിച്ചു. ഇതിലെല്ലാം ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളായിരുന്നു. നമ്മളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയും പോലും നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം എന്നും അദ്ദേഹം പഠിപ്പിച്ചു. തെറ്റുകൾ ചെയ്തവരെ അദ്ദേഹം ശിക്ഷിക്കുന്നതിനു പകരം അവർക്ക് മാപ്പ് നൽകുകയും നല്ല ജീവിതം നയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ടപ്പോൾ നാട്ടുകാർ ഉറപ്പിച്ചു, അദ്ദേഹം ലോകം കാത്തിരുന്ന രക്ഷകനാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ്. അങ്ങനെ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഗ്രാമങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും ദൈവസ്നേഹം പങ്കുവച്ചും അദ്ദേഹം തൻ്റെ ദൗത്യം തുടർന്നു.